അപ്പൊ അതേ ഹംനാനെ കുളിപ്പിച്ച് റെഡിയാക്കി വണ്ടിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ജീപ്പിന്റെ ഒരു സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ചു നേരം വലിയ അലമ്പൊന്നും ഇല്ലാതെ പുള്ളിക്കാരി ഇരുന്നോളും. ആ സമയം കൊണ്ട് ഞാൻ ഈ തുണികളൊക്കെ മടക്കി എടുത്ത് വെക്കാണ്. ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പണികളുടെ നടുക്ക് അവൾ ഉണ്ടാവും കേട്ടോ. എന്റെ പണി മൊത്തത്തിൽ കുളമാക്കി തരും. അപ്പൊ ആ മൂട് പോകുന്നതിന് മുന്നേ ഞാൻ വേഗം തന്നെ അങ്ങോട്ട് അടിച്ചും കൂടി വാരിയിട്ടു. ആദ്യമേ ഞാൻ തുണികളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ അടിച്ചു വാരൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തുണികളുടെ വാഷിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. കൈയോടെ ഇതേ കൊണ്ട് വിരിച്ചിടാണ്. ഒരു 2 ട്രിപ്പായിട്ടാണ് കേട്ടോ വാഷിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ട്രിപ്പിൽ ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സ് ആയിരുന്നു. അപ്പൊ അതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ ഡ്രസ്സസ് ആണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അത്രയ്ക്ക് സ്പീഡിലൊന്നും അല്ല കേട്ടോ ഈ വിരിച്ചിടൽ നടക്കുന്നത്. ഇക്കാവ് പുറത്ത് അവിടെ തെങ്ങൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇക്കാനോട് സംസാരിച്ചിട്ടാണ് എന്റെ പണിയൊക്കെ നടക്കുന്നത്. പിന്നെ കയ്യോട് വന്ന് ഹയാസിനെ അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തു. ഈ കിട്ടുന്ന ഹോളിഡേയ്സിലാണ് കേട്ടോ ഹയാസിനെ ഞാൻ കാര്യമായി തേച്ചൊരച്ച് കുളിപ്പിക്കാറുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ചെക്കനിക്ക് ഒരു ബോധി ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഞാനൊന്ന് ചെയ്തു കൊടുത്തു. എന്നിന്റെ റൈഡിംഗ് മൂഡ് മാറിയിട്ടുണ്ട്. ഇപ്പൊ പുള്ളിക്കാരി വന്ന് വ്ളോഗിംഗ് ആണ് കേട്ടോ. പിന്നെ കയ്യോടെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇന്ന് ലഞ്ച് സ്പെഷ്യൽ ഉമ്മിച്ചിയുടെ ചോറ്, ചിക്കൻ കറി, മാങ്ങാച്ചാറ്, സാലഡ്, പപ്പടം എല്ലാം കൂടി കൂട്ടി ബൃഷ്ടാന്തുണ്ട് കേട്ടോ. ഇക്കാകെ പിള്ളേര് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഉമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ലഞ്ച് കഴിച്ചപ്പോൾ. ചെറിയൊരു ലോ പ്രഷർ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഞാൻ പപ്പടം കാര്യമായി കഴിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.